ബഹുമാനരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിതത്തിലുടനീളം കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗാനന്തരം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം വളരെയധികം വിജയങ്ങൾ നേടി മുന്നേറുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയെന്നോണം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളുടെയും റോമിൻ്റെയും സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നൊരു സാഹചര്യവുമുണ്ടായി. ഇതിനോടകം തന്നെ അറബികളുടെ മുന്നേറ്റത്തെ അത്ഭുതത്തോടു കൂടിയാണ് പെർഷ്യയുടെ കിസ്റയും അതുപോലെ തന്നെ റോമിൻ്റെ കൈസറുമൊക്കെ നോക്കിക്കണ്ടിരുന്നത്. എന്താണ് ഇവരുടെ വീര്യം, എന്താണ് ഇവരുടെ ശക്തി, എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും വലിയ മുന്നേറ്റങ്ങൾ നടത്തുന്നത് എന്നത് അവർക്കിടയിൽ പോലും ഒരു ആശങ്ക നിലനിർത്തുന്ന ഒരു സാഹചര്യത്തിലാണ് റോമിൻ്റെ സൈന്യവും ഇസ്ലാമിൻ്റെ സൈന്യവും തമ്മിലൊരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. അതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ചില മുസ്ലിം സൈനികരെ ഈ യുദ്ധത്തിനിടയിൽ തടവിൽ പിടിച്ചുകൊണ്ട് കൈസറിൻ്റെ അടുക്കിലേക്ക് റോമാ സൈന്യം കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ കുറച്ചുപേരെ കീഴടക്കാൻ കഴിഞ്ഞുവെന്നും തടവ് പിടിക്കാൻ കഴിഞ്ഞുവെന്നും അറിഞ്ഞ സാഹചര്യത്തിൽ അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളിനെ, അവരിൽ പഴക്കം ചെന്ന ഒരാളിനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരണം, അയാളോട് എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് കൈസർ പറയുകയും ആ കൂട്ടത്തിൽ നിന്ന് തല്ലമുതിർന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ നേരിട്ട് മതം പഠിച്ചിട്ടുള്ള ഒരു സ്വഹാബി വര്യൻ എന്ന നിലയിൽ ഏറ്റവും മുതിർന്ന പൗരനിൽ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ ഇവർ പിടികൂടി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. കൈസറിൻ്റെ മുമ്പിലേക്ക് വളരെ സീനിയറായ ഒരു സ്വഹാബിയെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അയാൾ പറഞ്ഞു, നമുക്ക് സംസാരിക്കാനുണ്ട് ചിലത്, നിങ്ങളോട് എനിക്ക് ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞ അയാൾ ആദ്യം പറഞ്ഞൊരു കാര്യമെന്നുള്ളത്, നിങ്ങൾ ക്രിസ്തു മതത്തിലേക്ക് വരണം, ഞങ്ങളുടെ മതത്തിൽ ചേക്കേറണം, നിങ്ങളുടെ ഈ പുതിയ മതങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മളോടൊപ്പം നിൽക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ണ് നിറയെ കാണാവുന്ന പാരിതോഷികങ്ങൾ ഞാൻ നൽകും, നിങ്ങൾക്ക് സംതൃപ്തിയാകുന്ന വിധത്തിലുള്ള ഒരു സ്വീകരണവും നിങ്ങൾക്കൊരുക്കും, വളരെ മാന്യമായ യാത്ര അയക്കണമെങ്കിൽ യാത്ര അയക്കാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് സ്ഥിരതാമസമാക്കാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നൽകാൻ ഞാൻ തയ്യാറാണ്, നിങ്ങൾ ഈ മതത്തിലേക്ക് വരണമെന്ന്. അയാൾ പറഞ്ഞു, എനിക്കത് വേണ്ട, എൻ്റെ വിശ്വാസം നിങ്ങൾ ഈ പറഞ്ഞതിനേക്കാളെല്ലാം എനിക്ക് പ്രിയപ്പെട്ടതാണ്, അതുകൊണ്ട് ഇതൊന്നും എനിക്ക് ഒരു തരത്തിലും എന്നെ പ്രലോഭിപ്പിക്കുന്ന സംഗതികളല്ല എന്ന് അദ്ദേഹം മറുപടി പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ധീരനാണ് താങ്കൾ, ധൈര്യശാലിയാണ്, ആദർശശാലിയാണ്, സമ്മതിക്കുന്നു, പക്ഷേ ഞാനൊന്നുകൂടി പറയട്ടെ, നമുക്ക് ഈ രാജ്യം പങ്കിടാം, ഈ റോമെന്ന ഈ സാമ്രാജ്യം നമുക്ക് പപ്പാതി പങ്കിടാം, താങ്കൾ ഒരു സുൽത്താനായിട്ട് വാഴൂ, ഞാനും പകുതി രാജ്യം ഭരിക്കാൻ, താങ്കളും പകുതി രാജ്യം ഭരിച്ചോളൂ, നമുക്ക് അങ്ങനെ ഒരു ഡീലെത്തിയാലോ, നിങ്ങൾ ക്രിസ്തു മതം സ്വീകരിക്കണം, അത്രയേ ഉള്ളൂ, നിങ്ങൾ ഈ മതത്തിലേക്ക് വരണമെന്ന്. അദ്ദേഹം അപ്പോഴും പറഞ്ഞു, നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ പകുതിയല്ല, ഈ രാജ്യം മുഴുവനും നൽകി, അറബ് ദേശവും അനറബ് ദേശങ്ങളും മുഴുവനും എന്നെ ഏൽപ്പിച്ചു, ലോകത്തിൻ്റെ ചക്രവർത്തിയായി വാഴിക്കാമെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ ആദർശത്തിൽ നിന്ന് ഒരു തരിമ്പ് പോലും പുറകോട്ട് പോകില്ല, എനിക്ക് ഏറ്റവും പ്രധാനം എൻ്റെ വിശ്വാസം തന്നെയാണെന്നാണ്. ആ ഒരു വിശ്വാസ വീര്യത്തിന് മുമ്പിൽ ഒന്ന് പതറിപ്പോയ കൈസറിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പ്രലോഭനമല്ല ഭീഷണിയുടെ ഭാഷയിലേക്ക് സംസാരിക്കേണ്ടി വന്നു. അയാൾ ട്രാക്ക് മാറ്റിയിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിന്നെ എനിക്ക് കൊല്ലേണ്ടി വരും, നിന്റെ ജീവിതത്തിൻ്റെ അവസാനമാണ് ഇന്ന് ഈ ദിവസം, നിങ്ങൾക്ക് എന്നെ കൊല്ലാം, അതിലെനിക്ക് തടസ്സമില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ തടവ് പുള്ളിയായി ഞാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്കിന്നത് സാധ്യമാകാം, നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പിടിച്ചു ബന്ധിപ്പിച്ചു. എന്നിട്ട് അസ്ത്രങ്ങൾ എയ്ത് കൊല്ലാൻ പറഞ്ഞു. എയ്തപ്പോഴും അവരോട് പറഞ്ഞത് കൊല്ലണ്ട, ഒന്ന് മയപ്പെടുത്തി നമുക്ക് ഒപ്പം നിർത്താമെന്നുള്ള നിലയിൽ അയാളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് ദേഹത്ത് കൊള്ളാത്ത വിധത്തിലേക്ക് ആദ്യം അസ്ത്രം എയ്തു വിട്ടു. ഭീഷണി മുഴക്കി പിൻവാങ്ങുന്നുണ്ടെന്നില്ല. കയ്യിലേക്കും കാലുകളിലേക്കും അമ്പ് തറഞ്ഞു കയറിയപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഈ ആദർശം ഞാൻ വിടില്ല എന്ന്.
പിന്നെയും അദ്ദേഹത്തിനെ കെട്ടഴിച്ചു കൊണ്ടുവന്നു. കാരണം ഭീഷണിപ്പെടുത്തി പിൻവാങ്ങിക്കുക ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം അയാളെ മുമ്പിൽ എന്ത് ചെയ്യും, ഒന്ന് വിറയ്ക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കണമെന്നുള്ളതാണ് അയാളുടെ താല്പര്യമായിരുന്നു. പക്ഷെ അത് നടക്കുന്നില്ല. അവസാനം ഒരു വലിയ ചട്ടി കൊണ്ടുവന്ന് ഇയാളെ ഫ്രണ്ട് വെച്ചു. വലിയൊരു അടുപ്പ് കൂട്ടിയിട്ട് വലിയൊരു ചട്ടി കൊണ്ടുവന്ന് വെച്ച് ആ ചട്ടി നിറച്ച് എണ്ണ തിളപ്പിച്ചെടുത്തിട്ട് രണ്ട് മുസ്ലിം തടവറയിൽ പിടിക്കപ്പെട്ട തടവ് പുള്ളികളെ കൊണ്ടുവന്ന് ഈ ചട്ടിക്കകത്തിട്ട് പൊരിച്ചെടുത്തു അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ. ഇനി അടുത്തത് നിങ്ങളെയാണ് ഈ വറചട്ടിയിലിട്ട് വേവിച്ചെടുക്കാൻ പോകുന്നത് എന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് മാറ്റമുണ്ടോ എന്ന്, നിങ്ങൾക്ക് മാറാൻ തയ്യാറാണോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിട്ടിട്ട് ഇങ്ങോട്ട് നസ്രാനിസത്തിലേക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും അദ്ദേഹം അതിന് തയ്യാറായില്ല. അവസാനം ഈ മനുഷ്യൻ തൻ്റെ മുമ്പിൽ തോറ്റുപോകില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് അത് വിധിച്ചു. ആ വറചട്ടിയിലിട്ട് വേവിക്കാൻ വേണ്ടി തീരുമാനിച്ചു. സൈനികരെ ഏൽപ്പിച്ചു വിടുമ്പോൾ അദ്ദേഹം ആ ചട്ടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തിളച്ചു മറിയുന്ന എണ്ണയുടെ മുമ്പിൽ നിന്ന് കണ്ണ് നിറഞ്ഞ ആ മനുഷ്യൻ കരഞ്ഞുപോയി. ഈ കണ്ണ് നിറയുന്ന കാഴ്ച കണ്ട് അയാൾ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ഭയന്നിട്ടുണ്ട്. മരണത്തെ മുഖാമുഖം കണ്ടപ്പോ തെല്ലൊന്ന് ഭയന്നുപോയി ആ മനുഷ്യൻ. ഇവിടെ എന്ത് ചെയ്യും, എന്റെ പ്രലോഭനത്തിന് അദ്ദേഹം കീഴടങ്ങും. ഈ ഭീഷണിയിൽ അയാൾ ഇത് എനിക്ക് അനുസരിക്കുമെന്നുള്ള പ്രതീക്ഷയോട് തിരിച്ചു മടക്കി കൊണ്ടുവന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫയോട് പറഞ്ഞു, ഇപ്പോൾ എന്ത് പറയുന്നു, താങ്കൾ തെല്ല് ഭയന്നു പോയിട്ടുണ്ടല്ലോ, ജീവിക്കാൻ മോഹമുണ്ടെങ്കിൽ ഇനിയും അവസരമുണ്ട്. ഞാൻ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം ഇനിയും നിറവേറ്റാൻ തയ്യാറാണ്, ഒന്നും ഞാൻ കുറയ്ക്കില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ, ഇല്ല, എനിക്കതൊരു പ്രശ്നമേ അല്ല, നിങ്ങൾ എന്ത് തന്നാലും, നിങ്ങൾ എനിക്ക് മരണം നിശ്ചയിച്ചാലും ഞാൻ ഭയപ്പെടുന്നില്ല, എനിക്ക് ആദർശമാണ് പ്രധാനമെന്ന് ആ മനുഷ്യൻ പറഞ്ഞു. പിന്നെ എന്തുകൊണ്ട് താങ്കൾ കണ്ണുനീരണിഞ്ഞു, എന്ത് കണ്ടിട്ടാ ഭയന്നതെന്ന് ചോദിക്കുമ്പോൾ, ഭയന്നിട്ടല്ല, സങ്കടം കൊണ്ടാ കരഞ്ഞത് എന്ന്. കാരണം ഈ ആദർശത്തിന് വേണ്ടി അള്ളാഹുവിന് കൊടുക്കാൻ എൻ്റെ ശരീരത്തുള്ള രോമത്തിൻ്റെ എണ്ണം അത്രയും ആത്മാവിനിക്കില്ലല്ലോ എന്ന്. ഇവിടെ മരിക്കാൻ എനിക്കൊരു ജീവൻ മാത്രമേ അല്ലേ ഉള്ളൂ എന്ന്, ഒരേ ഒരു ജീവൻ എൻ്റെ റബ്ബിന് വേണ്ടി കൊടുക്കാൻ, ഈ വിശ്വാസത്തിന് വേണ്ടി കൊടുക്കാനുള്ളൂ എന്നത് മാത്രമാണ് എൻ്റെ സങ്കടമെന്ന് അദ്ദേഹം പറഞ്ഞു. 1000 തവണയല്ല 10,000 തവണ വേണമെങ്കിലും അള്ളാഹുവിലുള്ള വിശ്വാസത്തിന് വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മനുഷ്യന് ഒരിക്കൽ മരിപ്പിച്ചത് കൊണ്ട് എങ്ങനെ അയാൾ തോൽപ്പിക്കാൻ കഴിയുക? 10,000 തവണ മരിക്കാൻ തയ്യാറായ മനുഷ്യന് കൊല്ലുന്നിട്ട് അയാൾ തോൽപ്പിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അയാൾ പറഞ്ഞൊരു കാര്യം ചെയ്യും, അങ്ങനെയാണെങ്കിൽ അവസാനം ഈ ധീരതയുടെ മുമ്പിൽ, ഈ വിശ്വാസ ധീരതയുടെ മുമ്പിൽ ഞാനൊരു വിട്ടുവീഴ്ചയ്ക്ക് കൂടി തയ്യാറാവുകയാണ്. എൻ്റെ തലയിൽ നീ ചുംബിച്ചാൽ നിന്നെ വെറുതെ വിടാമെന്ന്, എൻ്റെ തലയിൽ നീ ചുംബിക്കുന്ന പക്ഷം നിന്നെ വെറുതെ വിടാമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്നെ മാത്രം പോരാ, തടവ് പിടിക്കപ്പെട്ട മുഴുവൻ മുസ്ലിമീങ്ങളെയും നിങ്ങൾ വിടുമെങ്കിൽ നിങ്ങളുടെ തലയിൽ ഞാൻ ചുംബിക്കാൻ തയ്യാറാണെന്ന്. മുഴുവൻ തടവ് പുള്ളികളെയും വെറുതെ വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ മുഴുവൻ തടവ് പുള്ളികളെയും വെറുതെ വിടാമെന്ന് പറഞ്ഞ ആ ധാരണയുടെ പുറത്ത് ആ രാജാവിൻ്റെ തലയിൽ ചുംബിച്ചിട്ട് അദ്ദേഹം ഈ സൈനികരെയും കൊണ്ട് മടങ്ങിപ്പോയി മദീനയിലേക്ക്. അങ്ങനെ മുഴുവൻ വിശ്വാസികൾക്ക് മോചനമുണ്ടായി. ഈ ഒരു സംഭവത്തിന് ശേഷം നേരെ മദീനയിലേക്ക് വരണം അമീറുൽ മുഅ്മിനീനെ കാണാൻ വേണ്ടി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മുമ്പിലേക്ക്. തെല്ല് ഒരു ജാള്യതയുണ്ട്. ആദർശം പിടിമുറുക്കി അടിയുറച്ച് നിന്നെങ്കിൽ പോലും എതികാരിയായ ഒരു ഭരണാധിപന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ ശത്രുവിന്റെ മുമ്പിൽ വിട്ടുവീഴ്ചയുടെ ഭാഗമായിട്ടാണെങ്കിലും അയാളെ തലയിൽ ചുംബിച്ചത് തെറ്റായിപ്പോയോ എന്ന് തന്റെ മനസ്സാക്ഷിയുടെ കോടതിയിൽ സ്വയം ഒരു കുറ്റബോധത്തോടു കൂടിയ മനുഷ്യൻ മടങ്ങി വരുന്നത് മദീനയിലേക്ക്. ഇവിടെ വന്നിട്ട് വിഷയം പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമൊക്കെ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അരങ്ങേറിയത്. അവസാനം ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് ഇത്രയും വിശ്വാസികളെ മോചിപ്പിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന്, എനിക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സംഭവം പറയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ് അത്രയും വിശ്വാസികളുടെ ജീവൻ രക്ഷിക്കുകയാണ് ആ പ്രവൃത്തിയിലൂടെ. അദ്ദേഹത്തിന്റെ ജീവനും അദ്ദേഹം സുരക്ഷിതമാക്കി മടങ്ങി വന്നു. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷഹീദായി മരിക്കുന്നതിനേക്കാളും ഇവിടെ മുസ്ലിമായി ജീവിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവൃത്തി അദ്ദേഹം സ്വീകരിക്കുകയും, എന്തുകൊണ്ടും മുസ്ലിമീങ്ങൾ ഒന്നടങ്കം ഇദ്ദേഹത്തിന്റെ തലയിൽ ചുംബിക്കാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു, ആദ്യം ഞാൻ അദ്ദേഹത്തിന്റെ തലയിൽ ചുംബിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹ് ബിൻ ഹുദാഫയുടെ തലയിൽ ചുംബിച്ചുകൊണ്ടാണ് ആ രംഗം അവസാനിപ്പിക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹു. ഈ സംഭവത്തിൽ കുറെ കാര്യങ്ങളുണ്ട്. ഞാനിവിടെ പറഞ്ഞതിന്റെ കാര്യം നോക്കൂ, ഇവിടെ 2 രീതിയിലാണ്. ഒരു വിശ്വാസ സംഹിതയിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിയെ, അയാളുടെ വ്യക്തിയുടെ മുമ്പിലേക്ക് വരുന്ന വെല്ലുവിളികളുടെ 2 രൂപങ്ങൾ ഇവിടെയുണ്ട്. ഒന്ന് പ്രലോഭനമാണ്. പ്രലോഭനങ്ങൾ ഒരുപാടുണ്ടാകും. ഈ ആദർശത്തിൽ നിൽക്കുമ്പോൾ, ഈ വിശ്വാസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതിന്ന് പുറത്തേക്ക് ക്ഷണിക്കുന്ന, അത് ഉപേക്ഷിച്ചു വരൂ, നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്ന് പറയുന്ന ഒരുപാട് പ്രലോഭനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടാകും. ഇന്ന് നമുക്ക് ചുറ്റുമുള്ള സംഗതികളാണ്. രണ്ടാമത് വളരെ ഭീഷണികൾ ഉണ്ടാകും. ഇത് രണ്ടും രാജ്യത്ത് നടക്കുന്നുണ്ട്. ഒരു പ്രബോധനത്തിന്റെ, മതപ്രബോധനത്തിന്റെ ഒരു ശൈലിയിൽ പലരും സ്വീകരിച്ചു പോരുന്ന ഒരു തത്വമാണിത്. ഈ 2 കാര്യങ്ങൾ, ഒന്നുകിൽ പ്രലോഭിപ്പിച്ച് കൂടെ നിർത്തുക, ഉപകാരം ചെയ്ത് അടിമകളാക്കി വെക്കുക, അല്ലെങ്കിൽ ഉപദ്രവം കൊടുത്ത് ഭീഷണിപ്പെടുത്തി കീഴടക്കി വെക്കുക. ഇതാണ് ഇന്ന് മതത്തിന്റെ പ്രബോധകരായി പലരും ചെയ്യുന്ന കാര്യങ്ങൾ. വിശ്വാസികൾ ഇസ്ലാമിൽ ഇന്നേ വരെ ഈ രീതി ഫോളോ ചെയ്തിട്ടില്ല. മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു പ്രബോധന രീതിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണിത്.
ഈ നിർബന്ധമായ ആയുധം കഴുത്തിൽ വെച്ചിട്ട് ജയ് ശ്രീരാം വിളിക്കട എന്ന് പറയുന്നവരും ചെയ്യുന്നത് നിർബന്ധിതമായ ഒരു മതപരിവർത്തനം തന്നെയാണ്, കുറ്റകരമായ കാര്യം. ആയുധം കഴുത്തി വെക്കുക, ആയുധങ്ങൾ കഴുത്തിൽ വെച്ചിട്ട് ജയ് ശ്രീരാം വിളിക്കാൻ പറയുക. തെരുവുകളിൽ പോലും മുസ്ലിമീങ്ങൾ, ദളിതുകൾ, ക്രൈസ്തവർ, അങ്ങനെ ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിക്കൊണ്ട് അക്രമങ്ങൾ അഴിച്ചുവിട്ടിട്ട് അവരെ ആദർശത്തിന് ഭീഷണി മുഴക്കിക്കൊണ്ട് ജയ് ശ്രീരാം വിളിക്കാനും ഇസ്ലാം വിട്ടുവരാനും അങ്ങനെ ഓരോ അർത്ഥത്തിൽ ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ പോലും തകർത്തെറിഞ്ഞുകൊണ്ട് ആൾക്കൂട്ടങ്ങൾ, ഇതൊക്കെ അക്രമങ്ങളായി ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് നിർബന്ധിതമായ മതപരിവർത്തനത്തിന് വേണ്ടി ഗർവാപ്പസി എന്ന പേരിൽ ഇവിടെ ഒരു കൂട്ടം ആൾക്കാരെ അഴിച്ചു വിട്ടിട്ട് തെരുവ് വെട്ടുകളെ പോലെ കടിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ചെന്നായി കൂട്ടങ്ങൾ അങ്ങനെ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത്. പിന്നെ മറുഭാഗത്ത് ഇപ്പോൾ നമുക്കിവിടെ കണ്ട ഒരു സംഭവം, ഇവർ 2 കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം നമുക്കറിയാവുന്നതാണ്. എന്തുകൊണ്ട്? അവർ മതപ്രബോധനത്തിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള ഒരു ക്യാൻവാസിംഗ് ഉണ്ട്, ഒരു പ്രലോഭനമുണ്ട്. നിങ്ങൾക്ക് ഭക്ഷണങ്ങൾ നൽകാം, തൊഴിൽ നൽകാം, നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകാം, അരിയും പയറും അത് കണക്ക് തന്നെ മറ്റു സൗകര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും ഒരുക്കി നൽകാമെന്നൊരു പ്രലോഭനം നൽകിയിട്ട് ഉപകാരം ചെയ്തിട്ട് കൂടെ നിർത്തുക, അടിമകളാക്കി വെക്കുക ഉപകാരത്തിന്റെ. ഈ രീതിയിലും പ്രബോധനം നടക്കുന്നുണ്ട്. അതൊരു പ്രബോധന ശൈലിയല്ല, അതൊരു പ്രബോധന ശൈലി. ഇസ്ലാം ഒരിക്കൽ പോലും ഈ 2 രീതിയും ഫോളോ ചെയ്തിട്ടില്ല. പലപ്പോഴും അങ്ങനെ ആക്ഷേപം പറയാറുണ്ട്, ആയുധം കൊണ്ട് നീ പ്രബോധനം ചെയ്തു ഇസ്ലാമെന്ന്. പക്ഷെ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന 2 സാഹചര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് രണ്ടും യഥാർത്ഥ പ്രബോധനത്തിന്റെ സ്വഭാവങ്ങളെ അല്ല. ആശയപരമാണ് പ്രബോധനം എന്നുള്ളത്. നമുക്കറിയാവുന്ന അറിവുകളെ, ആശയങ്ങളെ മറ്റുള്ളവരോട് സൗഹൃദപരമായി മാന്യമായി വിസ്തരിക്കാനും വിശദീകരിക്കാനും അത് പഠിപ്പിച്ചു കൊടുക്കാനുമുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. അത് പറഞ്ഞു കൊടുക്കാം, പഠിപ്പിക്കാം, വേണമെന്നുള്ളവർ സ്വീകരിക്കട്ടെ, ഇല്ലാത്തവർ നിഷേധിക്കട്ടെ. ഇതാണ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യേണ്ട, നമ്മൾ ജീവിതത്തിലേക്ക് പകർത്തേണ്ട ഒരു പ്രബോധന രീതി എന്നുള്ളത്. എന്നാൽ വിപരീതമായ 2 രീതികളും നമ്മുടെ മുമ്പിൽ വരും. അത് 2 രീതിയും വരും. ദുനിയാവ് നൽകാം, അധികാരം നൽകാം, രാഷ്ട്രീയ രംഗത്ത് ഭാവി ഉണ്ടാക്കാം, ഭൗതിക ജീവിതത്തിൽ ഒരുപാട് വളർച്ച ഉണ്ടാക്കാം, സമ്പൽ സമൃദ്ധി ഉണ്ടാക്കാം, നിങ്ങൾ ഇങ്ങോട്ട് പോരൂ എന്ന് പറയുന്ന പ്രലോഭനത്തിന്റെ ഒരുപാട് വഴികൾ നമ്മുടെ മുമ്പിലേക്ക് വരും. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രധാനപ്പെട്ട ഒരു പ്രബോധന ശൈലി തന്നെ എന്ത് ചെയ്യുക, ഈ വിധത്തിൽ ഉപകാരങ്ങൾ ചെയ്ത ആളെ കൂടെ കൂട്ടുക എന്നുള്ളതാണ്. അതല്ലല്ലോ വേണ്ടത്. ഇനി ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യാണ്, അവരെന്ത് ചെയ്യുക, എനിക്ക് അരി തരാമെന്ന് പറഞ്ഞു, അവരെനിക്ക് പയറ് തരും, എനിക്ക് എന്ത് ചെയ്യുക, മരുന്നുകൾക്കുള്ള വകുപ്പ് നൽകും, എനിക്കും എൻ്റെ കുടുംബത്തിനും ജീവിക്കാൻ ആവശ്യമാകുന്ന ഒരു തൊഴിലും വരുമാനവും ഒക്കെ അവർ സംവിധാനിച്ച് നൽകും, അതുകൊണ്ട് ഞാൻ അവരോടൊപ്പം പോകുന്നു എന്നൊരാൾ തീരുമാനിച്ചാൽ അത് അയാളുടെ സ്വാതന്ത്ര്യമല്ലേ? അത് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. അതിന് ഇസ്ലാമിനെ ഒരു മുസ്ലിമിന്റെ അടുത്ത് വന്നിട്ട്, മുസ്ലിം സാധുവായ ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് വന്നിട്ട്, നിങ്ങൾ ഞങ്ങൾക്ക് ദത്തെടുക്കാണ്, നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം ഞങ്ങൾ നൽകും, പൊന്നാണോ പണമാണോ ജോലിയാണോ വീടാണോ എന്ത് വേണോ അതെല്ലാം ഞങ്ങൾ നൽകാം എന്ന് പറഞ്ഞൊരു വിഭാഗം ആൾക്കാർ വന്ന് സമീപിക്കുന്നു. ഈ പ്രലോഭനത്തിൽ വീണു പോകുന്നവരല്ല വിശ്വാസികൾ ചരിത്രത്തിൽ നിന്നോളം, അങ്ങനെ വീഴേണ്ടവരുമല്ല വിശ്വാസികൾ. ഈ ആദർശത്തിന്റെ പേരിൽ ഏത് നഷ്ടവും സഹിക്കാൻ തയ്യാറായവരാണ് വിശ്വാസികൾ. അങ്ങനെ ആകണം. അത് ജീവൻ പോലും നഷ്ടപ്പെട്ടാൽ പോലും ആദർശമാണ് നമുക്ക് പ്രധാനം. എന്നാൽ ചിലർക്ക് അങ്ങനെയല്ല. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ വിളിച്ചു പറഞ്ഞു പോയിട്ടുള്ളൊരു മുദ്രാവാക്യമുണ്ടല്ലോ മുമ്പ്, മതമല്ല 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 പ്രശ്നം, എരിയുന്ന വയറിന്റെ വേവാണ് പ്രശ്നമെന്നും വിശപ്പാണൂടെ നമുക്ക് മുഖ്യം, അതിന് പരിഹാരം കാണട്ടെ എന്ന് പറയുന്ന ചിന്താഗതികളുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതം കൊടുക്കാമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ മതത്തിലേക്ക് വരൂ, നമ്മളോടൊപ്പം നിൽക്കൂ എന്ന് പറഞ്ഞാൽ ചിലർ അങ്ങോട്ട് പോകും. അവരുടെ ജീവിതം, അവരുടെ ഭാവി അങ്ങനെയാണ്. എനിക്ക് വിശ്വാസമല്ല, മതമല്ല, ആദർശമല്ല, അതിനേക്കാൾ പ്രധാനം എൻ്റെ വയറിന്റെ പ്രശ്നമാണ്, എൻ്റെ മക്കളുടെ ഭാവിയാണ് എന്ന് ചിന്തിക്കുന്ന ഒരാൾ അവനെ സഹായിക്കുന്നവർക്കൊപ്പം നിന്നാൽ, അവർക്കൊപ്പം പോയാൽ അതെങ്ങനെ കുറ്റകരമാവുക? അത് മനുഷ്യന്റെ സ്വാതന്ത്ര്യമല്ലേ, മൗലികമായ മനുഷ്യന്റെ അവകാശമല്ലേ? അല്ല, അതൊരു ഭാഗമാണ്. അപ്പൊ ഈ രീതിയിൽ നോക്കുമ്പോൾ ഈ കൂടെ പോയവരോ വിളിച്ചുകൊണ്ട് പോയവരോ ആ പ്രബോധന രീതിയോ അതിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കേവലം പ്രലോഭനം മാത്രം, പ്രകോപനമല്ല, അക്രമപരമല്ലാത്തത് കൊണ്ട് തന്നെ. അതുകൊണ്ട് അതെന്ത് ചെയ്യും, ഒരു നിർബന്ധിതമായ മതപരിവർത്തനത്തിന്റെ ഭാഗത്തേക്ക് ഇത് ചേർക്കുന്നത് പോലും അതെന്ത് ചെയ്യും, ഒരു യുക്തിയല്ല, അത് നീതിയും ന്യായവുമല്ലെന്ന് മനസ്സിലാക്കുക. എന്നാലും ഇത് പ്രബോധനത്തിന്റെ ശൈലിയില്ല. ഇത് പ്രബോധനത്തിന്റെ ശൈലി ആശയപരമായ സംവാദങ്ങളാകാം. ജനങ്ങളോട് കാര്യങ്ങൾ പറയാമല്ലോ, നമുക്ക് ജനങ്ങളോട് കാര്യങ്ങൾ പറയാൻ സത്യസന്ധമായ ആദർശം എന്നുള്ളത് അത് പഠിച്ച് ബോധ്യപ്പെട്ട് വരേണ്ടതാണ്, അരിക്കും പയറിനും വേണ്ടി വരേണ്ടതല്ല. അപ്പൊ ഈ വിധത്തിൽ 2 പ്രലോഭനങ്ങൾക്ക് നടുവിൽ നമ്മൾ നിൽക്കുകയാണ്. ഒന്ന്, നമുക്ക് ദുനിയാവ് വെച്ച് കാണിച്ചിട്ട് നമ്മളോട് ക്ഷണിക്കുന്നു, മറുഭാഗത്ത് നിന്ന് ഭീഷണിയുമുണ്ട്. ഈ 2 രംഗങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വരും വിശ്വാസികൾ. അങ്ങനെ 2 രംഗത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ഒരല്പം പോലും ഇടറിപ്പോകാതെ ആദർശത്തിൽ അടിയുറച്ച് നിൽക്കാൻ വിശ്വാസികൾ കഴിയണം, മരണം വരെ. അതാണ് നമുക്ക് വേണ്ടത്, അത് നമ്മൾ പാരമ്പര്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ എന്താ പ്രധാനമെന്ന് ഓരോരുത്തർ പലതും താരതമ്യപ്പെടുത്തി സംസാരിക്കും.
കുടുംബമാണോ വലുത്, അത് ദീനാണോ വലുത്, രാജ്യമാണോ വലുത്, ദീനാണോ വലുത്, അങ്ങനെ ഓരോന്നും പറയും. നമുക്ക് എല്ലാത്തിനും മുകളിൽ ദീൻ തന്നെയാണ് വലുത്. കാരണം അള്ളാഹുവാണ് നമുക്ക് ഏറ്റവും വലിയവൻ, റബ്ബാണ് നമുക്ക് വലുത്. റബ്ബ് തന്നല്ലാതെ ഒന്നും നമുക്കില്ല. നമുക്ക് കിട്ടിയ രാജ്യം, നമ്മുടെ ജീവിതം, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ എല്ലാം എന്റെ റബ്ബ് നൽകിയതാണ്. ആ റബ്ബിനാണ് എന്റെ ജീവൻ പോലും ഉള്ളത്. ഈ ജീവൻ സമർപ്പിക്കാൻ അർഹതപ്പെട്ടവൻ എന്റെ റബ്ബാണ്. ആ റബ്ബിനനുസരിക്കാതെ ഈ ദീൻ വിട്ടുകൊടുക്കുന്ന ഒരു പരിപാടിയില്ല. അതാണ് നമ്മുടെ തീരുമാനം. അതിന് എന്ത് വന്നാലും അത് മാറാനേ പാടില്ലല്ലോ. അതാണ് സഹാബത്തിന്റെ ജീവിതം എന്നുള്ളത്. ജീവൻ ഭയപ്പെടുത്തിയിട്ട് പോലും ഒരിട പോലും പിന്നോട്ട് മാറിയിട്ടില്ല. മരണത്തിന്റെ മുമ്പിലും സധൈര്യം നിന്നവരവര്. എന്തിന്? ആദർശമാണ് പ്രധാനമെന്ന്. ആദർശമാണ് പ്രധാനം. ഈ ജീവൻ എടുത്താലും നമുക്ക് സങ്കടമില്ല. ഈ ദീനിൽ മരിക്കാൻ എനിക്കൊരു ജീവനേ ഉള്ളൂ എന്നതേ സങ്കടമുള്ളൂ എന്ന്. അതാ സഹാബിയുടെ പ്രതികരണം. ആ ദീനിൽ അങ്ങനെ വേണം നമ്മൾ വിശ്വസിക്കാൻ. അത് മാത്രം പോരാ. ഇവിടെ ഈ കണ്ട രീതി രണ്ട് പ്രബോധനം ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്ന വിഷയം ഇതാണ്. രണ്ട് രീതിയിലും ഇവിടെ പ്രബോധനം നടക്കുന്നു. ഭീഷണിപ്പെടുത്തി കുറെ ആൾക്കാരെ എന്ത് ചെയ്യാൻ വേണ്ടി, കൺവെർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ. കാരണം ആശയമില്ല, അവർക്ക് പറയാൻ അറിവുകളില്ല, അവർക്ക് പറയാൻ എന്ത് ചെയ്യും ജ്ഞാനങ്ങളില്ല, ജനങ്ങൾ കീഴ്പ്പെടുത്തുന്ന ജീവിത സംസ്കാരങ്ങളില്ല. പക്ഷെ ആൾക്കൂട്ടങ്ങൾ ആവശ്യമാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം കണ്ടുകൊണ്ട് ഗർവാപ്പസി എന്ന പേരിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് ജനങ്ങളെ ഭയപ്പെടുത്തി കൂടെ നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ജനങ്ങൾക്ക് അരിയും പയറും കൊടുത്ത് ചികിത്സ കൊടുത്ത് ജോലി കൊടുത്തിട്ട് എല്ലാ വിധത്തിലും മതപ്രബോധനം നടത്താൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥ ദാഴികൾ മിണ്ടാതിരിക്കണം. യഥാർത്ഥ ദാഴികളാരാ? എല്ലാ പ്രവാചകന്മാരും വന്ന് അവസാനിച്ചു കഴിഞ്ഞു. മുഹമ്മദ് നബിക്ക് ശേഷം ഇനി ഒരു പ്രവാചകൻ ജനിക്കാനില്ല എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹുവും റസൂലും കൃത്യമായി പഠിപ്പിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്റജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. ഇനി പ്രബോധനത്തിന്റെ ദൗത്യം വിശ്വാസികളെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന്. നമ്മുടെ ബാധ്യതയാണ് ആശയങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുക. എന്താണ് ജീവിതമെന്ന് പഠിപ്പിക്കുക, റബ്ബിനെ കുറിച്ച് പഠിപ്പിക്കുക, ഈ ലോകത്തിനപ്പുറത്തൊരു മറു ലോകമുണ്ട് എന്ന് പഠിപ്പിക്കുക, പാരിത്രിക ജീവിതത്തെ കുറിച്ച് ജനങ്ങളെ പരിചയപ്പെടുത്തുക. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും ജീവിതമെന്തെന്നും മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ചും ജനങ്ങളെ പഠിപ്പിക്കേണ്ട ഗൗരവമുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവർ നമ്മൾ. പക്ഷെ നമ്മൾ മിണ്ടാതിരിക്കണം. നമ്മളിപ്പം നമുക്ക് പ്രബോധനമേ ഇല്ല. നമ്മൾ മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ്, നമ്മൾ പ്രബോധനം ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് എല്ലാവരും നമ്മളെ കയറിയത്. ചാഞ്ഞ കൊമ്പിൽ എല്ലാവരും ചാടിക്കയറും പോലെയാണ്. നമ്മൾ കർത്തവ്യം മറന്നപ്പോ എല്ലാവർക്കും നമ്മളെ കീഴടക്കൽ എളുപ്പമായി. എവിടെ നോക്കിയാലും ഏത് പ്രശ്നം വന്നാലും ഏത് വിഷയം സംഭവിച്ചാലും അവിടെയെല്ലാം ഇസ്ലാമിനെ തിരികെ കയറ്റുക, മുസ്ലിമുകളെ കുറ്റപ്പെടുത്തുക. കാരണം മുസ്ലിങ്ങൾക്ക് ഇവിടെ ഒന്നും പറയാനില്ല. അവർക്ക് അവിടെ ഐഡന്റിറ്റി പോലും വ്യക്തമാക്കുന്നില്ല. അവർ ഒളിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് ഏത് പ്രശ്നം വന്നാലും, ഈ കർണാടകയിൽ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പൊങ്ങി വന്നപ്പോ അതിനും കാരണക്കാർ മുസ്ലിങ്ങളെന്ന് അതവർക്ക് പറയാൻ ധൈര്യം കൊടുക്കുകയാണ്. അതിനും കാരണക്കാർ മുസ്ലിമീങ്ങൾ. എന്തിവിടെ സംസാരിച്ചാലും ഏത് ചർച്ച നടന്നാലും, ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ആ വിവാദം ഉണ്ടായാലും അവിടെയും ഇസ്ലാം. എവിടെ പോയാലും ഇസ്ലാമിനെ വിമർശിക്കാൻ എല്ലാവർക്കും വലിയ എളുപ്പമാണ്. കാരണം ഇസ്ലാമിനെ കുറിച്ച് അതിനെന്താണ് യാഥാർത്ഥ്യമെന്തെന്ന് പറയുന്നവർ ഇന്ന് വാടച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്ത് കാപട്യവും കപടതയും ഏത് കള്ളക്കഥകളും ഇസ്ലാമിന്റെ പേരിൽ അക്കൗണ്ടിലിട്ട് ആർക്കും എവിടെയും പോസ്റ്റ് ഇടാം. അതെല്ലാവരും സ്വീകരിക്കും. അള്ളാഹുവിനെയും റസൂലിനെയും അപകീർത്തിപ്പെടുത്തുന്ന ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എവിടെ നോക്കിയാലും സോഷ്യൽ മീഡിയകളെല്ലാം തരംഗമായി കടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനെയും റസൂലിനെയും ഈ സംസ്കാരത്തെയും ഈ കൾച്ചറിനെയും ഒക്കെ വളരെ മോശമായി അപകീർത്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇത് ജനങ്ങൾ വായിക്കുന്നു, പഠിക്കുന്നു, പരസ്പരം ഷെയർ ചെയ്യുന്നു. തെറ്റിദ്ധാരണകൾ, ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റായ ധാരണ സമൂഹത്തിൽ വ്യാപിക്കുമ്പോൾ അതല്ല ശരി, ഇതാണ് ശരി എന്ന് പറയാൻ ഇവിടെ ആരാ ഉള്ളത്? മുസ്ലിങ്ങൾ ഉണ്ടായിരിക്കണം. ഇവിടെ ഒരു മറുപടി പോലും നമുക്ക് പറയാനില്ല. നമ്മളെ മതത്തെക്കുറിച്ച് പറയാൻ നമ്മൾ ഭയപ്പെടുന്നു. എന്തിനു നമ്മൾ ഭയപ്പെടണം? അത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് മനുഷ്യരെ. മനുഷ്യന്റെ അടിസ്ഥാനപരമായ അവകാശമാണ്. പറയാനും അറിയാനുമുള്ള അവകാശമുണ്ട് നമുക്കിവിടെ. അറിഞ്ഞതൊക്കെയും പറഞ്ഞു കൊടുക്കാനുള്ള അവകാശമുണ്ട്. സ്വീകരിക്കുന്നതും സ്വീകരിക്കാത്തതും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യമാണ്. പറയാനുള്ള അവകാശം നമുക്കുണ്ടല്ലോ. എന്തുകൊണ്ട് പ്രബോധനം നമ്മൾ നിർത്തിവെച്ചു? എന്തുകൊണ്ട് പറയുന്നില്ല? ആശയ സംവാദങ്ങൾ നടക്കുന്നില്ല. ഈ ആദർശം പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമുക്കില്ലേ? ജനങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രബോധനം തുടങ്ങിയ ഒരു കാലഘട്ടമുണ്ട്. നമുക്കറിയാം തുടക്കത്തിൽ എന്താ അവസ്ഥ എന്നുള്ളത്. നമ്മൾ എന്തുകൊണ്ടാണ് പ്രബോധനം ചെയ്യാത്തത്? ക്ലേശകരമാണ്, പ്രയാസമാണ്, എതിർപ്പുകൾ ശക്തമാണ് എന്ന്. അങ്ങനെ എതിർപ്പുകൾ ശക്തമായതുകൊണ്ട്
പ്രതിസന്ധി ഉള്ളത് കൊണ്ടും ക്ലേശം ഉള്ളത് കൊണ്ടും അതുകൊണ്ട് പ്രബോധനം വേണ്ട എന്ന് തീരുമാനിക്കപ്പെട്ടിരുന്നുവെങ്കിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ഓമനപുത്രനായി ജീവിച്ചു മരിക്കുമായിരുന്നു. പക്ഷേ ഈ പള്ളി ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല, നമ്മൾ മുസ്ലിമീങ്ങളുമാകുമായിരുന്നില്ല. നമ്മളിലേക്ക് ഇസ്ലാം എത്താൻ വേണ്ടി റസൂല് വളരെ ക്ലേശങ്ങൾ സഹിച്ചു. റസൂലിനോട് അവർ പറഞ്ഞു, നിനക്ക് ഭ്രാന്താണെന്ന്, ഇന്നക്കല്ല മജ്നൂൻ, നിനക്ക് ഭ്രാന്താണെന്ന്, നിനക്ക് സിഹ്ർ ബാധിച്ചിരിക്കുന്നു എന്ന്. അങ്ങനെ എന്തൊക്കെ പറഞ്ഞു റസൂലുള്ളാഹി. അല്ലാഹു റസൂലിനെ ആക്ഷേപിച്ചില്ലേ, ഒറ്റപ്പെടുത്തിയില്ലേ, കുടുംബക്കാര് പോലും ഒറ്റപ്പെടുത്തി. വളർത്തുപിതാവായ വല്യാപ്പ് പോലും അവസാനം മോനെ നീ എന്റെ വീട്ടിൽ കയറണ്ട എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നീയുമായി സഹകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന്, നിന്നെ വളർത്തി വലുതാക്കിയിട്ട് ഇന്ന് ഈ എന്റെ അവസ്ഥ ഇതായി, ഖുറൈശി പ്രമുഖന്മാരെല്ലാം എന്റെ വീട് വളഞ്ഞ് എന്നെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് നീ മാറി നിൽക്കണമെന്ന് ഒരു പിതാവിന്റെ സ്നേഹവും വാത്സല്യവും ലഭിക്കാതെ പോയിട്ട് സ്വന്തം വല്യാപ്പയിൽ നിന്ന് മാത്രം അത് കിട്ടിയിട്ടുള്ള ഒരു ഉമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല, ഒരു ഉപ്പയുടെ സ്നേഹം കിട്ടിയിട്ടില്ല. വല്യാപ്പയായിരുന്നു ഉമ്മയും ബാപ്പയും എല്ലാം. ആ വല്യാപ്പ പോലും മാറി നിൽക്കും മകനെ എന്ന് പറയുന്ന അവസ്ഥയിൽ കണ്ണീരടിഞ്ഞ് പ്രവാചകൻ ആ ഭൂമുഖത്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ആ വീടിന്റെ വാതിലിൽ. ആ അവസ്ഥയിൽ റസൂൽ പറഞ്ഞത്, വലത് കൈയിൽ സൂര്യനും ഇടത് കൈയിൽ ചന്ദ്രനും വെച്ച് തന്നാൽ പോലും ഈ മതം വിടില്ല എന്ന്, എങ്ങനെ ഇറക്കി വിട്ടാലും ഈ മതത്തിന്റെ പ്രബോധനം ഞാൻ അവസാനിപ്പിക്കില്ല എന്ന്. എനിക്കൊരു സങ്കടമേ ഉള്ളൂ. ഖുർആൻ പറയുന്നുണ്ട്, നബിയുടെ സങ്കടം എന്താണെന്ന് അറിയുമോ? ജനങ്ങൾ ആക്ഷേപിച്ചതല്ല, ഒറ്റപ്പെടുത്തിയതല്ല, ചീത്ത വിളിച്ചതല്ല, സങ്കടം ഒന്നായിരുന്നു. ആ സങ്കടം ഹൃദയത്തിൽ അലയടിച്ചു നിന്നു. എന്നെ വിശ്വസിക്കുന്നില്ലല്ലോ ഇവർ ഈമാൻ മനസ്സിലാക്കുന്നില്ലല്ലോ, റബ്ബിനെ മനസ്സിലാക്കില്ലല്ലോ. ആ വിശ്വാസത്തിലേക്ക് ജനങ്ങൾ വരുന്നില്ല എന്ന ഭയം, ആ സങ്കടം നബി സ്വയം മരിച്ചു പോകുമെന്ന് തോന്നിപ്പോയെന്ന് ഖുർആൻ. ആ സങ്കടം നെഞ്ചിക്കിടന്ന് വിറച്ചിട്ടെ റസൂൽ മരിച്ചു പോകുമെന്ന്, അത്ര സങ്കടമുണ്ടാണ് റസൂലിനെ. ജനങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ എന്ന്, അവർ മനസ്സിലാക്കുന്നില്ലല്ലോ യാഥാർത്ഥ്യമെന്ന്. അതേ ഉള്ളൂ. എന്നിട്ടും പ്രബോധനം ചെയ്തില്ലേ? ആ പ്രബോധനമല്ല ഇന്ന് നമ്മളുടെ ഇടയിൽ എത്തിയിട്ടുള്ളത്, നമുക്ക് ഇസ്ലാം കിട്ടിയത്. പക്ഷെ ആ പ്രബോധനം എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് പറഞ്ഞ് നിർത്തിക്കളഞ്ഞത്? അത് പാടില്ലല്ലോ. നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണ്ടേ? അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാളും മഹത്തരമായ വാക്ക് പറഞ്ഞവനെ കാണിക്കാൻ ഖുർആൻ. ആരാ അങ്ങനെയുള്ളത്? അതിനു മുമ്പ് രണ്ട് കാര്യം കൂടി ഉണ്ട്. സ്വന്തം ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാകണം. എന്റെ വിശ്വാസവും എന്റെ ജീവിതവും ഒന്നാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്നു എന്ന് പറയുകയും കപടപ്രസംഗം നടത്തി ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യുകയും എന്നിട്ട് തോന്നിയതുപോലെ ജീവിക്കുകയും ചെയ്യുന്നതിന്റെ പേരല്ല, അവനല്ല പ്രബോധകൻ. അങ്ങനെ ഇന്നത്തെ കുറച്ച് പ്രബോധകന്മാർ അവശേഷിക്കുന്നത് മുസ്ലിമീങ്ങളോടെങ്കിലും മതം പ്രസംഗിക്കുന്ന പ്രഭാഷകന്മാരാണെങ്കിലും അവരിൽ ഭൂരിപക്ഷം ആൾക്കാരുടെയും അവസ്ഥ എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് തൊണ്ടയിൽ കുടുങ്ങുകയും പ്രസംഗിച്ചെല്ലുകയും ചെയ്യുന്നുണ്ട്, പക്ഷെ ജീവിതത്തിലില്ലാത്തവരാ. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് അസറിയാത്തത്. പറയുന്നതൊന്നും ജനങ്ങൾക്ക് കേശൂല. പ്രഭാഷണങ്ങൾ കേട്ട് നന്നാവുന്നവരുടെ കാലഘട്ടം കഴിഞ്ഞുപോയി. അന്നൊക്കെ ചെറിയ ചെറിയ പ്രഭാഷണങ്ങൾ പോലും, കാരണം ഉള്ളിലുള്ളതാ പറയുന്നത്, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കുന്ന ആശയങ്ങളായിരുന്നു ഓരോ പ്രഭാഷണങ്ങളും. അതുകൊണ്ട് ഓരോ പ്രസംഗങ്ങൾ കഴിയുമ്പോൾ എത്ര ആൾക്കാരാണ് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഓരോ സംവാദങ്ങളും ഓരോ ചർച്ചകൾ കഴിയുമ്പോൾ ജനങ്ങൾ ഹൃദയങ്ങൾ തുറന്ന് സത്യത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. എന്നിവിടെ പ്രഭാഷണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഈ ഉള്ള ഈമാനും കൂടെ പോയി അവനും കൂടെ വഴിയാതാരാവുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഉള്ള ഈമാനും കൂടെ പോവാണ്. എന്തൊക്കെ വാറൂലകളാ, ഏതൊക്കെ കെട്ടുകഥകളാ. അവന്റെ ഉള്ളിലും ഒന്നുമില്ല, ഒന്നും പഠിപ്പിക്കുന്നതോ പ്രബോധനം ചെയ്യുന്നതിനും ഒരർത്ഥവുമില്ല. ഈമാനെ തെല്ലുമില്ല, വെറും തൊണ്ടേ കുടുങ്ങിയ ലാ ഇലാഹ ഇല്ലല്ലാഹയും പിന്നെന്ത് ഈ കാണിക്കുന്ന കസറത്തുമല്ലാതെ. അതല്ല, അതിനപ്പുറത്തേക്ക് ഈമാൻ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളണം. വഅമില സ്വാലിഹൻ, അത് ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കണം. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, അവൻ സമൂഹ മധ്യത്തിൽ നിന്ന് നെഞ്ചുറപ്പോടെ പറയാൻ കഴിയണം ഞാനൊരു മുസ്ലിമാണ് എന്ന് ജീവിതം കൊണ്ട് തെളിയിച്ചിട്ട് അത് ജനങ്ങളോട് പറയുന്ന ഒരാൾ, അവനേക്കാളും മഹത്തരമായ വാക്കിന്റെ ഉടമ ആരെന്ന് ഖുർആൻ. അല്ലാഹു ചോദിക്കുകയാണ്, അവനാണ് ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ, ഏറ്റവും നല്ല സംസാരത്തിന്റെ ഉടമയെന്ന്, അവനാണ് ഏറ്റവും നല്ല വാക്കുകൾ ഈ ദുനിയാവിൽ പറഞ്ഞതെന്ന്. അല്ലാഹുവിലുള്ള വിശ്വാസം നെഞ്ചിലുറപ്പിച്ച് ജീവിതത്തിലേക്ക് പകർത്തിയിട്ട് ജനങ്ങളോട് പറയുക. ജനങ്ങളെ, അള്ളാഹുവിനെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ ലോകത്തെ പടച്ചൊരു സൃഷ്ടാവുണ്ട്. നിങ്ങൾ ഈ കാണുന്നതൊന്നുമല്ല. മരിച്ചുപോയ കുറെ മനുഷ്യരുടെ വീരഗാഥകൾ എഴുതി വെച്ചിട്ട് അവരെ നിങ്ങൾ ആരാധിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? അവർക്ക് മുമ്പ് ആകാശമുണ്ടായിരുന്നില്ലേ? അവർക്ക് മുമ്പ് ഭൂമി ഉണ്ടായിരുന്നില്ലേ? അവർക്ക് മുമ്പ് മനുഷ്യരുണ്ടായിരുന്നില്ലേ? മനുഷ്യന്റെ ചരിത്രം നിങ്ങൾക്കറിയുമോ? എവിടെ നിന്നാ മനുഷ്യർ തുടങ്ങിയത്? ആ പാരമ്പര്യം പറയുമ്പോൾ ആൾക്കാർ പറയാറുണ്ട് 4000 വർഷങ്ങൾ 5000 വർഷം പഴക്കമുള്ള ബിംബാരാധകർ, ബഹുദൈവ വിശ്വാസികൾ, ആര്യ സമൂഹം. അതാണ് അങ്ങനെ പറയാ. അവരുടെ 1400 വർഷം മാത്രം പഴക്കമുള്ള ഇസ്ലാം, 2000 വർഷം പഴക്കമുള്ള ക്രിസ്തുമതം, അത് വെച്ച് നോക്കും ഇതൊക്കെ പുതിയ ആൾക്കാരാണ്.
6000 അതിനും മുകളിൽ 4000 6000 ഈ ലോകത്ത് ബിംബാരാധന തുടങ്ങുന്നത് 5000 വർഷങ്ങൾക്ക് മുമ്പുമല്ല. അതിനു മുമ്പ് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലം മുതൽക്കാണ് അത് തുടങ്ങുന്നതെന്ന് വിശുദ്ധ ഖുർആൻ. മനുഷ്യന്റെ ചരിത്രം ആദമിൽ തുടങ്ങുന്നു എന്ന് ഖുർആൻ. പഠിക്കും നിങ്ങൾ എവിടെ നിന്നാ മനുഷ്യനുണ്ടായത് എന്ന്. മനുഷ്യന്റെ ചരിത്രം, മനുഷ്യൻ ആരാ നിയോഗിച്ചത്, എന്തിനാ നിയോഗിച്ചത്, അവന്റെ അധ്യായം തുടങ്ങിയത് എവിടെയാണ്, എത്ര മനുഷ്യർ ആദ്യം ഉണ്ടായിരുന്നു, അവരെങ്ങനെയാണ് പെറ്റുപെരുകി ഇങ്ങനെയായത്, എവിടെയാണ് ഇടയ്ക്ക് ബഹുദൈവ വിശ്വാസം കടന്നു വന്നത്, ബിംബാരാധന കടന്നു വന്നത്, എവിടെയാണ് മനുഷ്യന് താളം തെറ്റിയത്, എല്ലാം സവിസ്തരം വസ്തുനിഷ്ഠമായി വിവരിക്കുന്ന ഗ്രന്ഥം ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അത് പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ? പക്ഷെ പറയുന്നുണ്ട് ആൾക്കാർ, ഖുർആനിലൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഖുർആൻ ആക്ഷേപിക്കാൻ വേണ്ടി ചില ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഖുർആനുമായിട്ട് ഒരു പുലബന്ധവുമില്ല. അത് കൈ നിട്ടിട്ട് പറയുക 20 കെട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കണക്കിന് അശ്ലീല സാഹിത്യത്തിന്റെ ഗ്രന്ഥമാണ് ഖുർആൻ എന്ന്. പച്ചയായ ലൈംഗികതയുടെ ഏറ്റവും മോശപ്പെട്ട കെട്ടുകഥകൾ കിടക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് ഖുർആൻ വിമർശകർ ഒരിക്കൽ പോലും അത് തുറന്നു നോക്കിയിട്ടില്ല. അവർ പറയുന്നുണ്ട് ഖുർആനെ കുറിച്ച് മോശമായിട്ട്. പക്ഷെ അതിനകത്തുള്ളതൊന്നും, അതിനകത്ത് എന്താണ് ഉള്ളത് എന്ന് മനുഷ്യരോട് പറയാൻ നമ്മളെ നാവ് പൊന്തുന്നില്ലല്ലോ. മനുഷ്യരോട് പറയണ്ടേ? നമ്മളെല്ലാവരും ഒരു സഹോദരങ്ങളാണെന്ന് പറഞ്ഞ ലോകത്തെ ഏത് ഗ്രന്ഥമാണ് പറഞ്ഞത് മനുഷ്യരെ? ഗീതയുണ്ട്, രാമായണ മാസം രാമായണ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എത്രമാത്രം ഗ്രന്ഥങ്ങൾ ഇവിടെ ഉണ്ട്, വേദങ്ങളുണ്ട്, പുസ്തകങ്ങളുണ്ട്, മനുഷ്യന്മാർ വായിക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു മതഭേദത്തിൽ, ഒരു സമൂഹം വിശ്വസിക്കുന്ന ഒരു മതഭേദത്തിനകത്ത് മനുഷ്യരെ നിങ്ങൾ എല്ലാവരും ഒരു അച്ഛന്റെയും അമ്മയുടെയും മക്കളാണ്, എല്ലാവരും ഒരു കുടുംബമാണെന്ന് പറഞ്ഞ ഗ്രന്ഥം അത് ഖുർആനല്ലേ? നമ്മളെ പഠിപ്പിക്കല് ഖുർആൻ. ആര് ഏതും ജാതിയാവട്ടെ, ഹൈന്ദവനാവട്ടെ, ക്രൈസ്തവനാവട്ടെ, പാഴ്സി ആകട്ടെ, സിഖ് ആവട്ടെ, ഏത് ജാതിയിൽ വിശ്വസിക്കുന്നവനാണെങ്കിലും ഏത് മതക്കാരനാണെങ്കിലും മനുഷ്യനാണോ അവൻ നിന്റെ കുടുംബത്തിലെ അംഗമാണ്, അവന്റെയും ബാപ്പ ആദമാണെന്ന് ഖുർആൻ. മാനുഷികമായി അവൻ നമ്മുടെ സഹോദരനാണ്, അവന് വെറുപ്പ് പാടില്ല. വിശ്വാസം അവന്റെ സ്വാതന്ത്ര്യമാണ്. അത് പടച്ചവനെ മാപ്പ് കൊടുക്കുന്ന കാര്യമല്ലേ ഈ ദുനിയാവിൽ. അവൻ എന്ത് വിശ്വസിച്ചാലും ദുനിയാവിൽ അള്ളാഹു അവൻ എന്ത് ചെയ്യുന്നുണ്ട്? അവൻ നാളെ ആഹാരം കൊടുക്കാണ്, അവനോട് കരുണ കാണിക്കുകയാണ് അള്ളാഹു. അവനോട് നമുക്കെന്താ വെറുപ്പ്? വെറുപ്പില്ല മനുഷ്യരെ. തിന്മകളോടെ വെറുപ്പുള്ളൂ, മനുഷ്യരോട് വെറുപ്പ് വയ്ക്കാൻ പാടില്ല. തെറ്റുകളോട് വെറുപ്പ് കാണിക്കാം, മനുഷ്യരോട് വെറുപ്പില്ല. സ്നേഹം, അവരോടൊക്കെ സ്നേഹം നമുക്കുള്ളൂ, സഹതാപമേ ഉള്ളൂ, സൗഹൃദമേ നമുക്കുള്ളൂ. അതാ വിശ്വാസിയുടെ നിലപാട്, അതാ റസൂൽ ഉണ്ടായിരുന്നത്. ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും ഒരു അവസാന നിമിഷം വരെ നബി അംഗീകരിക്കാതെ, നബിയുടെ ഒരാൾ കൂടി അംഗത്വം എടുത്തുകൊണ്ട് നബിയുടെ ഖ്യാതി കൂടാനല്ല, ഒരാൾ കൂടി എന്റെ മതത്തിൽ മെമ്പർഷിപ്പ് എടുത്തു, എനിക്ക് ഇനി മുതൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാം എന്നല്ല റസൂൽ കണക്കാക്കുന്നത്. ഒരു മനുഷ്യനെ കൂടി നരകത്തിൽ നിന്ന് രക്ഷിച്ചു കിട്ടിയെങ്കിൽ എന്റെ കർത്തവ്യം അത്രയും ഭംഗിയായി പൂർത്തീകരിച്ചു എന്ന് എനിക്ക് സമാധാനിക്കാമെന്ന് അബൂ ത്വാലിബിന് മുമ്പിൽ ഇരുന്നിട്ടും അവസാനം അതല്ലേ പറഞ്ഞത്? പിതാവേ അങ്ങ് ഇസ്ലാമിലേക്ക് വരണം, ഈ പാരമ്പര്യവാദികളെ കണ്ട് അങ്ങ് തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്ന്. മുഹമ്മദ് പഠിപ്പിക്കുന്ന മതം മിൻ ഖൈരി അദ്യാനിൽ ബരിയത്തി ദീന, ഈ പ്രകൃതിയിൽ ഞാൻ പരിചയപ്പെട്ട ഏത് സിദ്ധാന്തങ്ങളെക്കാളും മനോഹരമെന്ന് എനിക്കറിയാം. പക്ഷെ നിവർത്തിയില്ല അത് വിശ്വസിക്കാനെന്ന് അബൂ ത്വാലിബ്. മുഹമ്മദ് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ഈ സിദ്ധാന്തമുണ്ടല്ലോ, ഇത്രയും മനോഹരമായ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു പാരമ്പര്യം, എൻ്റെ കുടുംബ പാരമ്പര്യം, എൻ്റെ സമൂഹത്തിലുള്ള എൻ്റെ വില, അതെനിക്ക് എൻ്റെ ആത്മാഭിമാന ബോധം അനുവദിക്കുന്നില്ല ഈ മതം ഉൾക്കൊള്ളാനെന്ന്. അവസാനം വരെ ഉൾക്കൊണ്ടില്ലല്ലോ. എന്നാൽ ജൂതന്റെ മകന്റെ മുമ്പിൽ റസൂൽ കടന്നു നിന്നില്ലേ? നിരന്തരമായി റസൂലിന്റെ അഴുക്കും ചപ്പുചവറുകളും മാറിയിടുന്ന ജൂതന്റെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ആ മകന്റെ മുമ്പിൽ ഇരുന്നിട്ട് അന്ന് വരെ ദ്രോഹിച്ചവൻ രോഗം ബാധിച്ച് കിടപ്പിലായി മകനം മുഖാമുഖം കാണുമ്പോൾ റസൂല് പറഞ്ഞത്, മോനെ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് വിശ്വസിക്ക്, അള്ളാഹു ഒരുവനേ ഉള്ളൂ, ആ റബ്ബാണ് നിന്നെ പടച്ചത്, നിനക്ക് ഇനി ഒരു മരണം വിധിക്കുന്നെങ്കിലും ആ റബ്ബാണ്, ആ റബ്ബിന്റെ മുമ്പിലേക്ക് നീ ചെന്ന് നിൽക്കേണ്ടവനാണ്, ഇനി ഒരു ജീവിതം നമുക്കുണ്ട്, ഇത് അവസാനിക്കുന്നില്ല എന്ന്. കണ്ണുകൾ കൊണ്ട് പിതാവിനെ നോക്കിയപ്പോ അബുൽ ഖാസിമിനെ അനുസരിക്കുമോനെ എന്ന്, ആ പറഞ്ഞ ആദർശം സ്വീകരിക്കുമോനെ എന്ന്, മരണത്തിനപ്പുറത്ത് ലോകമുണ്ടെങ്കിൽ നീ പരാജയപ്പെട്ടു പോകാൻ പാടില്ല എന്ന് മകനോട് പറഞ്ഞു. മകൻ വിശ്വസിക്കുമ്പോ അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ, അല്ലാഹുവേ ആ ഒരു കുഞ്ഞുകുട്ടിയെ കൂടി നരകത്തിൽ നിന്ന് മോചിപ്പിച്ചവനെ നിനക്ക് സ്തുതി എന്ന്. അതാ പ്രവാചകന് കർത്തവ്യം. അന്ന് വരെ ദ്രോഹിച്ചവന് പോലും നരകം കിട്ടാൻ പാടില്ല, അവൻ കൂടി സ്വർഗത്തിൽ പോകണമെന്നുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണകാംക്ഷയുടെ പേരാണ് പ്രബോധനം. അതാ ദഅവത്ത് എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ഓരോരുത്തരോടും നമ്മൾ മറ്റുള്ളവരെ ഹൈർ ആഗ്രഹിക്കേണ്ടത്. നമ്മുടെ വഴിക്ക് വരാത്തവരെല്ലാം നരകത്തിൽ പോട്ടെ എന്ന്, അതല്ലല്ലോ നമ്മുടെ നിലപാട്. നമ്മുടെ സംഘടനയിൽപ്പെടാത്തവരെല്ലാം നരകത്തിൽ പോട്ടെ എന്ന്, അതല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഒരാൾ പോലും നരകത്തിൽ പോകരുത് എന്ന് ആഗ്രഹിക്കേണ്ടവരാണ്. അത് ചെറിയ പ്രശ്നമല്ലോ. നമ്മളുമൊക്കെ നമ്മുടെ ശത്രുവിനോട് പോലും നമുക്ക് എന്തെങ്കിലും അപകടം പറ്റണം, അവൻ നശിക്കണം എന്നൊക്കെ നമുക്ക് തോന്നും.
നമ്മൾ ദ്രോഹിക്കുന്ന, നിരന്തരമായി ദ്രോഹിക്കുന്ന ഒരു ശത്രുവിനോട് പോലും നമുക്ക് പക തോന്നും, അവൻ നശിക്കണമെന്ന് തോന്നും. പക്ഷെ നമ്മുടെ കൺമുമ്പിൽ ഒരു വണ്ടി വന്ന് തട്ടിയാൽ ഓടിച്ചെന്ന് നമ്മളെടുക്കുന്ന നമ്മളെ മനുഷ്യത്വം അനുവദിക്കൂല. കാരണം അവൻ ശത്രുവാണെങ്കിലും അവന്റെ ദേഹത്തൂടെ വണ്ടി കയറി ഇറങ്ങി അവൻ ചതഞ്ഞരഞ്ഞ് അവന്റെ ദേഹത്തിന് ചോര പൊടിയുമ്പോൾ കാരുണ്യമല്ലാതെ വെറുപ്പ് നമുക്ക് വെക്കാൻ കഴിയില്ല. അല്ലെ, വാരിയെടുത്ത് നമ്മളെ ആദ്യം കൊണ്ടോടുക. അതല്ലേ നമ്മുടെ മനുഷ്യത്വം, അതല്ലേ നമ്മുടെ കാരുണ്യം. ഒരു വണ്ടി തട്ടി ഉണ്ടാകുന്ന മുറിവിനോട് ഇത്രയും കാരുണ്യമുണ്ടെങ്കിൽ അനശ്വരമായ നരകക്കുണ്ടിൽ വലിച്ചെറിയപ്പെടുന്ന ഓരോ മനുഷ്യനോടും എത്ര കരുണയും സഹതാപവും നമുക്കുണ്ടാകണം. നിരന്തരമായ നരകം, അതിനൊരു മോചനമില്ലല്ലോ. അള്ളാഹുവിൽ അവിശ്വസിച്ചുകൊണ്ട് അതിനേക്കാൾ വലിയ പാവമില്ല. അള്ളാഹുവിൽ ബഹുദൈവത്തെ വിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയുന്നവർ, ഇവിടെ ഒരുപാട് സൂഹിക്കുന്ന ആൾക്കാരുണ്ടല്ലേ, ഒരുപാട് സൂഹിക്കുന്നുണ്ട്. വിശ്വാസികളൊക്കെ കിട്ടുന്നിടത്ത് വെച്ച് ആക്രമിച്ച് ദ്രോഹിച്ച്, അങ്ങനെ ദ്രോഹിച്ചുകൊണ്ട് കഴിഞ്ഞു പോകുന്ന ഈ സമൂഹമുണ്ടല്ലോ, അവർ ഈമാനിലേക്ക് വരാൻ കഴിയാതെ അവസാനം വരെയും ഹിദായത്തിന്റെ വെളിച്ചം കിട്ടാതെ കാഫിറായി മുശ്രിക്കായി ചത്തുടങ്ങി ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ അനശ്വരമായി അവരെ കാത്തിരിക്കുന്ന നരകത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരിവിടെ നമ്മളെ വേദനിപ്പിക്കുന്ന വേദനയൊന്നും ഒരു വേദനയല്ല, നമുക്ക് നൽകുന്ന സങ്കടമേ അല്ല അവരനുഭവിക്കാനിരിക്കുന്ന ആലോചിക്കുമ്പോൾ. സത്യത്തിൽ അവർ ഇനിയും നമ്മൾ ആക്രമിക്കുന്നവർ പോലും എന്നെങ്കിലും ഒന്ന് തിരുത്തിയിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വന്നിരുന്നെങ്കിൽ എന്നാശിക്കാനല്ലാതെ നരകത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയവർക്ക് മറ്റൊന്നും ചിന്തിക്കാൻ കഴിയില്ല. അതാ റസൂലിന് ആരോടും പക ഉണ്ടായിരുന്നില്ലല്ലോ. ദ്രോഹിച്ചവരോട് പോലും പക വെക്കാൻ റസൂലിന് കഴിയാതെ പോയത് നമുക്കറിയാത്ത പലതും റസൂലിന് അറിയാമെന്നുള്ളത് കൊണ്ടാണ്. എന്ന് എനിക്കറിയാവുന്നതില്ല, നിങ്ങൾക്കറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെയല്ലായിരുന്നു ജീവിക്കുക. അതാ റസൂൽ പറയുന്നത്. റസൂല് മനസ്സിലാക്കിയതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് റസൂലിനെ ദ്രോഹിച്ചവരോട് പോലും റസൂൽ സഹതാപം ഉണ്ടായിരുന്നുള്ളൂ. മക്കം ഫത്ഹിന്റെ ആ വിജയ ദിവസത്തിൽ പോലും റസൂലുള്ളാഹി പ്രതികാരത്തിന് വേണ്ടി നിന്നില്ല. എത്ര വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയവര്, എത്ര വലിയ ക്രൂരതകൾ കാണിച്ചു ആ സമൂഹം, എത്ര സങ്കടങ്ങളുണ്ട്. ഇഞ്ചിഞ്ചായി അരിഞ്ഞു വീഴ്ത്തിയ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരഭാഗങ്ങൾ ഇഞ്ചിഞ്ചായിട്ട് മുറിച്ചെടുത്തിട്ട് ചേതനയേറ്റുപോയ ശരീരത്തെ കടിച്ച് ചവച്ചു തുപ്പി രംഗങ്ങൾ കാണേണ്ടി വന്ന റസൂലിന്, തന്റെ പ്രിയപ്പെട്ട ഹംസ എന്ന കൊച്ചാപ്പ. അങ്ങനെ എത്ര സംഭവങ്ങള്. അവരോടാരും പ്രതികാരം ഉണ്ടായിരുന്നില്ലല്ലോ, അവരോട് ആരോടും പ്രതികാരം ചെയ്യാൻ റസൂൽ നിന്നിട്ടില്ല. ചാട്ടുളി ചെയ്ത് അദ്ദേഹത്തെ വീഴ്ത്തിക്കളഞ്ഞ ഹംസ റളിയല്ലാഹു അൻഹു വകവരുത്തിയിട്ടുള്ള വഹ്ശി പോലും ഇസ്ലാമിലേക്ക് വന്നപ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് സ്വീകരിച്ചു വഹ്ശി റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ പറയണമെന്ന്. പക്ഷെ റസൂലിന് വഹ്ശിയെ കണ്ട് എപ്പോഴും കാണാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്റെ മുമ്പിൽ നിന്ന് മാറി നടക്കാമോ എന്ന് ഒരു അഭ്യർത്ഥന പോലെ, എപ്പോഴും എന്റെ മുമ്പിൽ വരാതെ അല്പം മാറി നടക്കാമോ വഹ്ശി എന്ന്. നിന്നെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് ചിതറിക്കിടക്കുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മുഖമാണ്. അപ്പൊ അതുകൊണ്ട് ഒന്ന് മാറി നടക്കാമോ എന്ന് ചോദിച്ചതില്ലാതെ ആ മനുഷ്യന് മാപ്പ് കൊടുത്ത് ഇസ്ലാമിലേക്ക് വന്നപ്പോ ഒരാൾ കൂടി നരകത്തിൽ നിന്ന് മോചിതനായല്ലോ എന്ന് സന്തോഷിച്ചു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതാ പ്രബോധനത്തിന് ഗൗരവം, അതാ റസൂലിന്റെ സ്വഭാവം. ഇങ്ങനെ സഹതപിക്കാൻ സാധ്യമാകും നമുക്ക്. നമ്മൾ ആക്രമിക്കുന്നവരോട് പോലും വളരെ ആപേക്ഷികമായ ഒരു കാലഘട്ടത്തിന്റെ അധികാരങ്ങൾ, അതിന്റെ തിണ്ണമെടുക്കുകൾ, അതിന്റെ പിൻബലങ്ങൾ, ആ അധികാരത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട്, ആൾക്കൂട്ടത്തിന്റെ ബലത്തിൽ നിന്നുകൊണ്ട് വിശ്വാസികളായ ദുർബല വിഭാഗത്തെ ആക്രമിച്ച് കീഴടക്കുമ്പോൾ ആസ്വദിക്കുന്നവർ പോലും എത്ര ചെറിയൊരു കാലഘട്ടമാണ്, എത്ര ചെറിയ നിമിഷങ്ങളാണ്. അതിനപ്പുറത്തേക്ക് അവർ അനശ്വരമായി ദുഃഖിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണേണ്ടി വരുമ്പോൾ സ്വർഗത്തിൽ കിടന്ന് നമുക്ക് അവരോട് ദയ തോന്നും, ദയാവായ്പകൾ തോന്നും. റബ്ബേ, അവർക്കല്പം വെള്ളം കൊടുത്തോട്ടെ എന്ന് സ്വർഗനിവാസികൾ പോലും ചോദിച്ചു പോകും. പക്ഷെ അവർക്ക് നിഷിദ്ധമാണെന്ന് അള്ളാഹു മറുപടി പറയും. നരകത്തിൽ കടന്നുകൊണ്ട് ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി യാചിക്കും സ്വർഗനിവാസികളോട് ഇവർ. അപ്പൊ റബ്ബിനോട് അള്ളാഹു അല്പം കൊടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് നിഷിദ്ധമാണെന്ന് മറുപടി പറയപ്പെടും. അൽമാ അൽമാ എന്ന് വിളിക്കുന്ന സാഹചര്യമുണ്ട് എന്ന്. അതാ വിശുദ്ധ ഖുർആൻ ഇത് കൃത്യമായി പറയുന്നുണ്ട്. അപ്പൊ ഈ സമൂഹം ഒരാള് പോലും ആ നരകത്തിന്റെ വിറകുകളായി മാറുന്ന നിമിഷമല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഓരോരുത്തർക്കും സ്വർഗ്ഗമെത്തിക്കാൻ, അവർക്ക് സത്യം ബോധ്യപ്പെടുത്താനുള്ള വലിയ കർത്തവ്യം നമ്മൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കുന്നും ഖൈറ ഉമ്മത്തിൻ ഉഖ്റജത് ലിന്നാസ് എന്ന ആ പ്രഖ്യാപനം ഉണ്ടല്ലോ, അത് നെഞ്ചിലേറ്റാൻ, ജനങ്ങളോട് സധൈര്യം മതം പറയാൻ, ആശയ സംവാദങ്ങൾ നടത്താൻ, ചർച്ചകൾ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അതിന് ഭയപ്പെടേണ്ട കാര്യമില്ല. ആ ഭയപ്പാടിന്റെ കാര്യമില്ല. അതിൽ എതിർപ്പ് എന്ത് വന്നാലും, വിമർശനങ്ങൾ വന്നാലും, കുറ്റപ്പെടുത്തൽ വന്നാലും, ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടായാലും, അതിലെന്ത് നഷ്ടമുണ്ടായാലും, പ്രബോധന രംഗത്ത് വീഴുന്ന വിയർപ്പ്, ആ രംഗത്ത് വീഴുന്ന ചോര, ആ രംഗത്ത് വീഴുന്ന ഓരോ മണലിന്റെയും സ്പർശങ്ങൾ പോലും അള്ളാഹുവിന്റെ അടുക്കൽ കൂലികളായി, നന്മകളായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ജനങ്ങൾക്കത് മനസ്സിലായിരുന്നുവെങ്കിൽ, എനിക്ക് കിട്ടിയ പ്രതിഫലങ്ങളും കൂലികളും ജനങ്ങൾക്ക് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്ന് പറയുന്ന സൂറത്ത് യാസീന്റെ ആയത്തോർക്കണം നമ്മൾ. ഈ പ്രബോധനത്തിന്റെ പേരിൽ ജനങ്ങൾ അരുങ്കൊല ചെയ്ത വ്യക്തി, അദ്ദേഹത്തിന് അല്ലാഹു കൊടുത്ത മാപ്പും സ്വർഗത്തിന്റെ മനോഹരമായ പ്രതിഫലങ്ങളും ജനങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ എന്നാഗ്രഹിച്ചു പോയ നിമിഷമുണ്ട്. അതുകൊണ്ട് ആ രംഗത്തുള്ള ഒരു പ്രവൃത്തി നഷ്ടത്തിലുണ്ടാവില്ല. അതുകൊണ്ട് പ്രബോധനം നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് ഒരു ഘട്ടത്തിൽ പോലും നിർത്താൻ പാടില്ല. തുടർന്നുകൊണ്ടേയിരിക്കുക. അല്ലാഹു ചിന്തിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.